ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതുവർഷം നല്ല ഒരു വർഷമായി മാറട്ടെ എന്ന് ഞാൻ പറയുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അസുഖമൊന്നുമില്ലാണ്ട് നല്ല സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കാൻ എല്ലാവർക്കും ആകട്ടെ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായ വെക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. നല്ല റവ ഉപ്പുമാവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനതിനുള്ള റവയെല്ലാം വറുത്തെടുത്ത് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. പുതുവർഷമായ കാരണം ചിലവരൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലേ, ഇനി മുതൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല, അതൊന്നും ഒരു വ്യത്യസ്തമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മനസ്സിലൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അസുഖമില്ലാണ്ടിരിക്കണം, സമാധാനത്തോടെ ഇരിക്കണം, അങ്ങനെ മാത്രമേ ഒരു ആഗ്രഹം ഉണ്ടോ. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്ന കുറേ വർഷങ്ങളായിരുന്നു കേട്ടോ നമുക്ക്. അതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മളൊരാഗ്രഹമൊന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും അസുഖമൊന്നും ഇല്ലാണ്ട് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കഴിയാനാവട്ടെ എന്ന് ഈ വർഷം അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ഒന്നുകൂടെ പറയാനായിട്ട്. എല്ലാവർക്കും നല്ലൊരു വർഷം ആയിക്കോട്ടെ അല്ലേ നമ്മുടെ 2024. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെയാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വറുവറുന്നായി പോവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് വേഗം തന്നെ കാസറോളിൽ മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോൾ ഒരു ചെറിയ ചൂടും അതുപോലെ നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടാകും കേട്ടോ നമ്മുടെ ഉപ്പുമാവിന്. അപ്പോൾ കാസറോളിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചായ നന്നായി തന്നെ തിളച്ച് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാഞ്ചു വന്നിട്ടുണ്ട്. അവൾ പിന്നെ നേരത്തെ ഹാജരാകും കേട്ടോ. അപ്പോൾ പിന്നെ പാഞ്ചുവിനോട് ഞാൻ വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ അക്ഷയ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അവൾക്ക് ഇത്തിരി പാലെടുത്ത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അക്ഷയ അവൾക്കുള്ള പാലുമായി പോയതാണ് കേട്ടോ. അപ്പോൾ അവളുടെ കൂടെ നമ്മുടെ പാഞ്ചും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ചായയെല്ലാം ഒന്ന് അരിച്ച് അതുപോലെ ആറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ഏട്ടൻ ചായക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഇനി ചായ കുടിച്ചിട്ട് വേണം കേട്ടോ പാല് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായയൊക്കെ ഒന്ന് കുടിക്കണം കേട്ടോ. ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ട്, അവർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ നേരത്തെ എണീറ്റാണ്ട് ശരിയാവില്ല, ഇപ്പോൾ ലീവെല്ലാം കഴിഞ്ഞുവല്ലോ. അപ്പോൾ പിന്നെ സ്കൂളിലേക്ക് പോകേണ്ട പരിപാടിയിലാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനും ഉണ്ടായിരുന്നു അവിടെ തന്നെ. അങ്ങനെ നമ്മൾ ചായയെല്ലാം കുടി കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഒന്ന് മിറ്റമൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാഞ്ച് പോയിട്ടില്ല, അവൾ ഫ്രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിറ്റം ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ നേരെ പോയി താഴെ പോയി നിൽക്കും. ഞാൻ മിറ്റം ഓടിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ നിന്ന് വട്ടത്തിരിഞ്ഞ് എന്നിട്ടൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് മിറ്റം ഓടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ 10 ദിവസം പോലെയല്ല. ഇനിയിപ്പോൾ നമുക്ക് പടപടേന്ന് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യണം. എന്താ പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി കൊടുക്കേണ്ട കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഒരു മട്ടൊന്നും നമുക്ക് നടക്കില്ല. എന്താ പറഞ്ഞാൽ എണീക്കുക, ഉടനെ വേഗം പണി ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെ ഇനിയുള്ള 2 മാസം വെക്കേഷൻ വരെ നമ്മുടെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു 10 ദിവസം കുട്ടികൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്കും കുറച്ച് റെസ്റ്റ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ റെസ്റ്റും കഴിഞ്ഞു അല്ലേ. അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ എവിടേക്കും പോകാനൊന്നുമല്ല, കാവിക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1-ാം തീയതിയല്ലേ, അപ്പോൾ അതുകൊണ്ട് കാവിക്കൊന്ന് പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കൂടെ പിന്നെ അക്ഷയ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് കേട്ടോ കാവിക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്ന് റെഡി ആയപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങൾ കാവിക്ക് പോയി. നമ്മുടെ അശ്വിനെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ കാവിക്ക് പോകുന്ന സമയത്ത്. പിന്നെ കാവിലൊക്കെ പോയി തൊഴുതി വന്നതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ഡ്രസ്സൊന്നും മാറ്റാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഇന്നലത്തെ ബാലൻസ് ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിൽ പോയി വന്ന ഉടനെ തന്നെ ചിക്കൻ റെഡിയാക്കുന്നു എന്ന് വിചാരിക്കേണ്ട. എന്താ പറയുക, നമ്മൾ പിന്നിപ്പോൾ പ്രത്യേകിച്ച് കുക്കിങ്ങൊന്നും ഇന്ന് കാണിക്കുന്നില്ല കേട്ടോ. കാണിക്കുന്നില്ല എന്നല്ല, ഇന്നലെ വെച്ചിട്ടുള്ള ചിക്കൻ അതുപോലെ സാമ്പാർ ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിനി ആദ്യം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ അധികം കറികളൊന്നും അങ്ങനെ എല്ലാ ദിവസവും വെക്കാറില്ല എന്ന്. അപ്പോൾ ഈ കറികൾ കഴിയാണ്ട് നമ്മൾ വേറെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതന്നെ അവർ ചിലപ്പോൾ മര്യാദയ്ക്ക് കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ ചിക്കൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വശത്ത് നമ്മുടെ സാമ്പാർ നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ
കേടൊന്നും വരില്ല കേട്ടോ. അപ്പം ഞാൻ നന്നായി തിളപ്പിച്ച്, അതുപോലെ സാമ്പാർ ഇപ്പോൾ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കന് നന്നായി തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് രണ്ടും ഒന്ന് അവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ചോറെല്ലാം നമ്മൾ വാർത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ വന്നിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താണ്. പിന്നെ വന്നതിന് ശേഷം പിന്നെ അക്ഷയ സ്കൂളിൽ പോകാനുള്ള യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി കേട്ടോ. പിന്നെ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ അശ്വിനും എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്കെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അക്ഷയ ഒരു ഫോട്ടോ എടുക്കുകയാണ് നമ്മുടെ കേക്കിൻ്റെ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ അശ്വിൻ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കാൻ പറഞ്ഞ് കൈ പിടിച്ചൊന്ന് എണീറ്റ് വിട്ടാണ് കേട്ടോ. അവനിങ്ങനെ ഇടയ്ക്കൊക്കെ ഏടാകൂടമൊക്കെ കാണിക്കും. ഇപ്പോൾ സ്കൂൾ തുറന്നില്ലേ, ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ്ടേ, അതാണ് മൂപ്പര് ഒരു ആശങ്ക കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പോവുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെ നമ്മൾ കേക്ക് ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കേക്കിനെക്കാട്ടിലൊക്കെ നന്നായിരിക്കുന്നുണ്ട്. ഞാനെപ്പോഴും വീട്ടിൽ കേക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഉണ്ടാക്കിയില്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിയതാണ്. നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്ന കാരണം പിന്നെ കേക്ക് ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഏട്ടനൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ 4 പേരും കൂടെ നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ പുതുവത്സരത്തിലെ ആദ്യത്തെ ദിവസത്തെ പരിപാടികൾ കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ അശ്വിനും അക്ഷയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ തന്നെ അശ്വിൻ കാത്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അവന് കേക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് കേക്കായാലും കുഴപ്പമില്ല, കേക്ക് മുറിച്ച് സ്വന്തമായി തന്നെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ആർക്കും കൊടുത്തില്ല. അപ്പം മുറിക്കുമ്പോഴേ നമ്മുടെ അക്ഷയ പറയുന്നുണ്ട് കട്ട് ചെയ്തിട്ട് അമ്മയ്ക്കും അച്ഛനും കൊടുക്കുന്നത്. പക്ഷേ ആദ്യമേ കട്ട് ചെയ്ത് മൂപ്പര് തന്നെ സ്വന്തമായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ കേക്കൊക്കെ കൊടുക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാനൊരു പീസ് കേക്കൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ചു കേട്ടോ. അങ്ങനെ കേക്കെല്ലാം കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട്, പുതുവർഷമായിട്ട് ആദ്യത്തെ ഒരു പരിപാടി. ഇവിടെ നമ്മൾ അമ്പലത്തിൽ പോയി കേക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തു. ഇതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ. നമുക്ക് ഉള്ള ദിവസം ആകുന്ന പോലെ എങ്ങനെ പറഞ്ഞാൽ സന്തോഷമായിട്ട് മാക്സിമം ഇരിക്കാൻ നോക്കുക, അത്രേനെ പറ്റുള്ളൂ അല്ലേ. എല്ലാ ദിവസവും ഇപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല, പക്ഷേ പറ്റുന്ന സന്ദർഭങ്ങളിൽ ഇരിക്കാൻ നോക്കുക അല്ലേ. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും കൂടെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ. അപ്പം ഞാൻ ഉപ്മാവും സാമ്പാറും എല്ലാം കൂടെ എന്താ പറയുക ഉമ്മർത്തുകൊണ്ട് വെച്ചു കേട്ടോ. സാമ്പാറുള്ള കാരണം കേട്ടോ നമ്മൾ പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. സാമ്പാറും ഉപ്പുമാവും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ നേരത്തെ എല്ലാ പരിപാടിയും റെഡി ആയപ്പോൾ ഒപ്പം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് വേണം ഇവർക്കൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഇവരുടെ കൂടെ ഇന്ന് ഇരുന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ പണിയായല്ലോ. പിന്നെ നമ്മുടെ ചോറും അതുപോലെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇവർക്ക് പാത്രത്തിലാക്കാൻ മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ, വേറൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഉപ്മാവും നല്ല സാമ്പാറും ഒക്കെ കൂട്ടി നമ്മൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ റെഡിയായിട്ട് നമ്മുടെ അക്ഷയ സ്കൂളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ 10 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ 2-3 മാസം ഇതേ ഓട്ടം തന്നെയല്ലേ. ഇനി വെക്കേഷൻ ആവോളം രാവിലെ എനിക്ക് സ്കൂളിൽ പോകാൻ നേരമില്ല കുട്ടികൾക്ക് അല്ലേ. അങ്ങനെ നമ്മുടെ അക്ഷയ പോയി കേട്ടോ. അതിനുശേഷം പിന്നെ റെഡിയായിട്ട് നമ്മുടെ അശ്വിനും പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയ പോയ ഉടനെ അവനും റെഡിയായി. അപ്പോൾ അവനൊരു വാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ വാങ്ങിയതായിരുന്നു. അപ്പോൾ അത് എന്നോട് കയ്യിലിട്ട് തരാൻ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്തപ്പോൾ അതങ്ങോട്ട് ശരിയായില്ല. പിന്നെ അതാദ്യം പിന്നെ ഏട്ടൻ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അവന് വാച്ച് വേണം പറഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ ആദ്യം സമയം നോക്കാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം നോക്കാനൊക്കെ പഠിച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയുമായിരുന്നു ഒരു വാച്ച് വേണമെന്ന് കേട്ടോ. അപ്പോൾ വാച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് പോയിട്ടുണ്ട്. വരുമ്പോൾ വാച്ചിനിപ്പോൾ എന്ത് രീതിക്ക് കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മൂപ്പർക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ. എന്താ പറഞ്ഞാൽ പുതുവർഷം ആയ കാരണം സ്കൂളിലേക്ക് കളർ ഡ്രസ്സ് ഇടാമെന്ന് അവൻ്റെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് സ്കൂളിലേക്ക് പോയി കേട്ടോ. അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ അടുപ്പും തിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നന്നായി തന്നെ വെള്ളമൊക്കെ മുക്കിയിട്ട് നമ്മൾ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാറ്റുകാലം ആയ കാരണം പിന്നെ മാക്സിമം ദിവസം നമ്മൾ തുടയ്ക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുന്ന കാരണം പൊടികളെല്ലാം വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വെള്ളം ചൂടാക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചാരമൊക്കെ എന്താ പറയുക ഇതുപോലെ അങ്ങനെ മാറിക്കിടക്കും. അപ്പോൾ പിന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകി വയ്ക്കുമ്പോഴൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെ മാക്സിമം ദിവസവും നമ്മളിത് തുടയ്ക്കേണ്ടി വരും കേട്ടോ. പിന്നെ തുടയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മുടെ വെളി അടുക്കള ഒന്ന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുപ്പിയാണ് കേട്ടോ. നമ്മൾ അടിച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങനെ കുപ്പിയാകും കേട്ടോ. കാറ്റ് കാരണം അടിച്ച് അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യാവുന്നത് പോലെ തന്നെ ഒരു ചാക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം വന്ന് ഞാൻ പിന്നെ തുണിയെല്ലാം ഒന്ന് തോരിയിടുന്നുണ്ട്. അക്ഷയാണ് കേട്ടോ നമ്മുടെ തുണിയൊക്കെ തോരിയിടാറുള്ളത്. പക്ഷേ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി വന്ന കാരണം സമയമായപ്പോൾ മൂപ്പത്തേര് പിന്നെ തോരിയിടാണ്ട് തിരുമ്പി വെച്ചിട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള തുണികളൊക്കെ ഒന്ന് തോരിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തുണി തോരിയിടലൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. കുറച്ച് തുണി ഉണ്ടായിരുന്നു, ഞാൻ പിന്നെ അതിന് വേഗം തന്നെ ഒന്ന് തോരിയിട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം വന്നിട്ട് പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ ഒതുക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് കൂടെ ഒന്ന് വൃത്തിയായി തന്നെ ഒന്ന് തുടച്ചെടുക്കണം. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകിയ കാരണം പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതിന് ശേഷം വന്നിട്ട് പിന്നെ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ക്രീമെല്ലാം നമ്മുടെ ഈ തുണിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ട് കഴുകാനിട്ടു കേട്ടോ. കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്ത് വെക്കാമല്ലോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എറുമ്പൊക്കെ വന്നിട്ട് ആകെ ഇതായി പോകും. അപ്പോൾ ഞാൻ കഴുകാൻ മാറ്റി വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ എല്ലാവരുടെയും ഒന്ന് അടിച്ചു തുടയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് എന്താ പറയുക അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയറെല്ലാം ഒരു ഭാഗത്തേക്ക് ആക്കി വെച്ചതിന് ശേഷം വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഹാളിൽ നമ്മുടെ അധികം ഇതുപോലെ കുപ്പ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. റൂമുകളിലായിരിക്കും അവിടെയും ഇവിടെയും ഡ്രസ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ നേരാവും കേട്ടോ. തുടയ്ക്കുക പറഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ അവിടെയും ഇവിടെയും ഓരോന്ന് ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. സ്കൂൾ തുറന്നാൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, എല്ലാവിടെയും സാധനങ്ങളായിരിക്കും. അതെല്ലാം ഒതുക്കി വരുമ്പോഴേക്കും തന്നെ ഒരു സമയമാകും കേട്ടോ. അതെല്ലാം ഒരുക്കി തുടയ്ക്കാൻ വലിയ നമുക്ക് പ്രയാസമില്ല. പക്ഷേ വീട് ഒതുക്കുക പറയുമ്പോൾ അത് ഇത്തിരി പണിയുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായി തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. തുടയ്ക്കൽ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ഏകദേശ പണികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരുടെയും തന്നെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് റെസിപ്പികളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇതെല്ലാം ഉള്ള കാരണമാണ് നമ്മൾ പ്രത്യേകിച്ച് റെസിപ്പികളൊന്നും കാണിക്കാണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഉപ്പുമാവിൻ്റെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാണ്ടിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരുടെയും തുടച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ പോയി കയ്യും കാലും മുഖമെല്ലാം കഴുകി കുറച്ച് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ 1-ാം തീയതിയിൽ പുതുവർഷമായിട്ടുള്ള നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ നമ്മുടെ കേക്ക് കട്ടിങ്ങും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ.